പ്രാർത്ഥനയും എൻ്റെ സഹോദരൻ്റെ പ്രാർത്ഥനയും ഒപ്പം എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് എന്നെ നല്ല രീതിയിൽ സൗഹൃദം കൊണ്ട് മുന്നോട്ട് നയിച്ച, അതിപ്പോൾ ഒരു സാമ്പത്തിക സഹായം അവരെനിക്ക് തന്നുകൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരൊരു പക്ഷേ സ്നേഹം തന്നുകൊണ്ടിട്ടായിരിക്കാം, ഒരു പക്ഷേ വാശി തന്നുകൊണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓരോരോ വിധത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നന്നായി കൂടെയുണ്ട്. ചില ഘട്ടങ്ങളിൽ ഇതൊന്നുമല്ല, ഒരു കൂടെയുണ്ട്, നീ ചെയ്തോ, നമ്മളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രോത്സാഹനം വളരെ വലുതാണ്. ചിലവർ നന്നായിട്ട് ഉപദേശിക്കാറുണ്ട്. അപ്പം എത്ര വലിയ ഉപദേശങ്ങളാണെങ്കിലും ചെറിയ ഉപദേശങ്ങളാണെങ്കിലും അതൊക്കെ എനിക്ക് നന്നായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതിലും കാര്യം പരീക്ഷയൊക്കെ എഴുതിയപ്പോൾ തന്നെ ഡിസ്റ്റിങ്ഷൻ മാർക്കും ഫസ്റ്റ് ക്ലാസ് മാർക്കും എൻ്റെ കൂടെ പഠിച്ചവർ തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത്. എന്നേക്കാൾ മുതിർന്നവരുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഒന്നും ഉദ്ദേശിച്ച മാർക്കുകളൊന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കാത്തതിൻ്റെ മുകളിൽ എനിക്കായിത്തീരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാനൊരിക്കലും ഓർത്തതല്ല ഇന്ത്യൻ പ്രസിഡൻറ്റിനെ ഒരു അവാർഡ് വാങ്ങുമെന്ന്. അതെനിക്ക് സാധിച്ചു. ഒരുപാട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, ചാനൽസ് അവാർഡ്, അല്ലെങ്കിൽ ഞാൻ കാണണമെന്നോ ആഗ്രഹിച്ച പലരെയും എനിക്ക് നേരിട്ട് കാണാനും, ഇപ്പോൾ തന്നെയാണെങ്കിലും തമിഴ്നാട്ടിലെ മെയിൻ ആർട്ടിസ്റ്റായ ശരത് കുമാറിൻ്റെ പാർട്ട്ണറായിട്ട്, അദ്ദേഹം അവിടെ ഒരു MLA ആണ്, ആർട്ടിസ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തോടൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ പറ്റുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതല്ല. അതൊക്കെ സാധിച്ചു. ഞാൻ സെമിനാരി പഠിച്ചപ്പം അവർ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ ഓർക്കുന്നില്ല എങ്കിൽ കൂടിയും ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്: ബി ഡിഫറെൻറ്റ്, മേക്ക് ഡിഫറൻസ്. ഞാൻ ചെയ്യുന്നത് പോലെ പലർക്കും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ അതൊന്നും എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്ന് അറിയില്ല. നിങ്ങൾ ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും എനിക്കും ചെയ്യണമെന്നുണ്ടാവും. അതൊന്നും എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ജിജോ ചേട്ടാ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര്, ജിജോ ആണേലും സുജ, ഒത്തിരി പേര് എന്നെ ഫോണുകൾ വിളിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എടാ പടം കണ്ടു കേട്ടോ, നന്നായിട്ട് ഉണ്ട്, എങ്ങനെയുണ്ട്, ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സന്തോഷവും പ്രാർത്ഥനയും എല്ലാം എൻ്റെ ഒപ്പം ഉണ്ടാകണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാജു ചേട്ടായുണ്ട്, പായസ് ചേട്ടായുണ്ട്, എല്ലാവരും. അങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഒപ്പം ഇവിടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വീണ്ടും സന്തോഷം. എനിക്ക് ഒരു ഓഫർ തരാൻ പറ്റും. ഇന്നലെ ഞാനും ബ്രിട്ടീഷ് മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ വളരെയധികം ടാലൻ്റുള്ള ഒത്തിരി അധികം ആളുകൾ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അവിടെയുള്ളതിനേക്കാളും നിരവധി ആളുകൾ ഇവിടെ ടാലൻ്റുള്ള ഒത്തിരി കുട്ടികൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഇത്രയും ടാലൻ്റൊക്കെ മതി സിനിമയിലൊക്കെ അഭിനയിക്കാനായിട്ടാണേലും. എന്നെയും പലരുമൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടാണ് എനിക്ക് സിനിമയിൽ വരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ ഞാനിപ്പോൾ സിനിമയുടെ ഒരു നല്ല ഒരു തട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടിട്ട് എന്നെ അപ്രോച്ച് ചെയ്താൽ എന്നിൽ പറ്റുന്ന ഹെൽപ്പുകൾ, അതായത് നിങ്ങളുടെ എല്ലാം ഉണ്ട്, ഓക്കെ, എനിക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്ത 2 മാസത്തോടെ കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് വരുന്നുണ്ട്. ധനുഷും നയൻതാരയാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആ സിനിമയിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അടുത്ത മലയാള സിനിമയുണ്ട്, ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമ, ഇതിലേതെങ്കിലുമൊക്കെയോ എന്നിൽ പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്യാൻ ഞാനും ഒരുക്കമാണ്. സന്തോഷം, വളരെയധികം സന്തോഷം. താങ്ക്സ് എ ലോട്ട്. കർഷകരുടെ മേയ്ക്കരുത്തിൽ വിയർപ്പിൻ്റെ വിലയെറിഞ്ഞ വികസനത്തിൻ്റെ പടവുകൾ താണ്ടിയ ഉഴവൂർ, പ്രവാസികളുടെ പ്രയത്നത്താൽ പ്രശോഭിതമായ ഉഴവൂർ, ബ്രിട്ടൻ്റെ നാളുകളിൽ ചരിത്രമെഴുതാൻ വെമ്പുന്ന ഉഴവൂർ നിവാസികളുടെ 2013 കൊടുങ്ക സംഗമത്തിന് തെരുതെളിക്കുന്നതിനായി ഇന്നത്തെ വിശിഷ്ടാതിഥിയായ ലിസ്റ്റിൻ സ്റ്റീഫനെയും കൂട്ടത്തിലുള്ള ബാക്കിയുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും ക്ഷണിക്കുന്നു.
നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് ആശംസ നേരുന്നതിനായി തൊട്ടിയിലെ ജോസ് അങ്കിളിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുമക്കളുടെ മുൻപിൽ നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞുമക്കൾ എന്ന് പറയുമ്പോൾ ഉഴവൂർ നിവാസികളായ എല്ലാ മക്കളെയും ഒന്നുപോലെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഉഴവൂർ ദേവാലയത്തിൻ്റെ കീഴിൽ വസിക്കുന്നവരും ഉഴവൂർ നിവാസികളുമായ എല്ലാവരോടും കൂടി ഇവിടെ വരുവാനും ഇവിടെ നിങ്ങളോടുകൂടി ഒത്തുചേരുവാനും ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നമ്മൾ ഉഴവൂർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാറ്റുപുരയിൽ നിന്ന് വിദ്യപുരയിലേക്ക് കയറിയവരാണ്. അതിനെല്ലാം അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ജോസഫ് ചാഴികാടൻ്റെ അനുസ്മരണയോട് കൂടിയാണ് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ആഗ്രഹിക്കുന്നത്. കാരണം ജോസഫ് ചാഴികാടനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയിൽ നമുക്കൊരു കോളേജ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ പോലും ഇല്ലെങ്കിൽ നമ്മളാരും ഇന്ന് UK-യിലോ ലോകത്തിൻ്റെ എമ്പാടും എത്തുവാൻ നമുക്ക് ആർക്കും സാധിക്കില്ലായിരുന്നു. അന്ന് അങ്ങേരുടെ വലിയ കൃപയാണ് നമ്മളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചേർക്കുവാനും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുവാനും ദൈവം തന്ന കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം ഉഴവൂർ നിവാസികളായ നമ്മളെ ഓരോരുത്തരെയും ജോസഫ് ചാഴികാരനെ ഓർക്കാതിരിക്കാൻ നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം അതുപോലെ നമ്മുടെ നാടിനെ സ്നേഹിച്ച് നമ്മളെ ഇതുപോലെ വളർത്തിയെടുത്ത ഉഴവൂർ നിവാസികളായ എല്ലാവരും ജോസഫ് ചാഴികാരൻ്റെ ഓർമ്മ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന അതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങയുടെ കീഴിൽ ഈ കോളേജ് ഉണ്ടാകുവാൻ വേണ്ടി ഒരു കോളേജ് ഉണ്ടാകാൻ വേണ്ടി അധ്വാനം അദ്ദേഹം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിന് എമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ലോകത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് അഭിമാനിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തന്നാണ്. പ്രത്യേകിച്ച് ദൈവത്തോടു കൂടി നമുക്ക് നന്ദി. കാരണം പുണ്യാളിൻ്റെ പെരുന്നാൾ വരുന്ന സമയത്ത് 2002 ഞാൻ കൈക്കാരനായിരുന്ന സമയത്ത് കാരണം ഉഴവൂർ ഇടവകയിലുള്ള ഹൈന്ദവരായ ക്രിസ്ത്യാനികൾ എല്ലാവരും പുണ്യാളിൻ്റെ 15 ദിവസം പുണ്യാളിൻ്റെ രൂപം പുറത്തോട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. എല്ലാവർക്കും വരുവാനും എല്ലാവർക്കും കാണുവാനും എല്ലാവർക്കും നമസ്കരിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നതാണ്. നമ്മുടെ പൈതൃകമായ അവസരമാണ്. അതോടുകൂടി നമ്മുടെ എല്ലാവരും ഒന്നായി ചേരുവാനും ഒന്നായി ഇവിടെ ഉൾക്കൊള്ളുവാനും സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. 7ാമത് ഉഴവൂർ സംഗമത്തിന് അണിയറയിൽ പ്രവർത്തിച്ച ഈ സംഗമം ഇത്ര മനോഹരമാക്കാൻ അക്ഷീണം പ്രവർത്തിച്ച കവിയും കലാകാരനുമായ അളിയന്മാരുടെ പ്രതിനിധിയായ ഷാജി അങ്കിളിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ജിജി അളിയൻ, ലിസ്റ്റിൻ, ബഹുമാന്യരായ മാതാപിതാക്കളെ, ഉഴവൂർ സംഗമത്തിൻ്റെ സംഘാടകരെ, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്നാണ്. കേട്ടറിഞ്ഞ സ്വർഗത്തേക്കാൾ ജീവിച്ചെറിഞ്ഞ ജന്മനാടും അനുഭവിച്ചെറിഞ്ഞ അമ്മയുമാണ് സ്വർഗത്തേക്കാൾ മഹത്വമെന്ന് ഇത്തരം സംഗമങ്ങളുടെ ഇത്തരം കൂട്ടായ്മകളുടെ ഉദ്ദേശം തങ്ങളുടെ ബാല്യകാലങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. സത്യത്തിൽ ഇന്ന് UK-യിലെ സംഗമങ്ങൾ മൃതപ്രായമെത്തി നിൽക്കുകയാണ്. പല സംഗമങ്ങൾക്കും പഴയ പ്രൗഢിയില്ല. പക്ഷേ ഉഴവൂരിൻ്റെ മക്കൾ ഉഴവൂരിൻ്റെ ഏത് ആഘോഷവും ഉത്സാഹപൂർവം പങ്കെടുക്കുന്നു എന്നതിന് തെളിവാണ് ലണ്ടൻ 2013 ഉഴവൂർ സംഗമം. ഇതിൻ്റെ വിജയം എന്തായാലും ഇതിൻ്റെ സംഘാടകരിലുപരി ഇങ്ങനെ ഒരു സംഗമത്തിന് എന്ന ആശയം വച്ച അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ മുൻകാല നേതൃത്വമാണ്, പ്രവർത്തകരാണ്. ഞങ്ങൾക്ക് അളിയന്മാർക്ക് നിങ്ങൾ തരുന്ന സ്നേഹാദരവുകൾക്ക് സന്തോഷം. ഉഴവൂർ ടൗണിൽ എപ്പോൾ എത്തിയാലും ലിസ്റ്റിനുൾപ്പെടെ എല്ലാവരും അളിയ എന്നേ വിളിക്കാറുള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട് ഉഴവൂരിൻ്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ. നിങ്ങളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കുവാനല്ല 2 ദിവസം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇത് മനോഹരമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഇന്നലെ കണ്ടത്. സംഘാടകർ മാറി നിന്ന് അതിഥികൾ ഏറ്റെടുക്കുന്ന സിൻഡോയെ പോലുള്ളവർ ധൈര്യപൂർവ്വം മുൻപോട്ട് വന്ന് ഇത് നടത്തുവാൻ തയ്യാറായി. അതാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾ തന്ന സ്നേഹത്തിന്, സന്തോഷത്തിന് ഒരിക്കൽ കൂടി നന്ദി. എല്ലാവിധ ഭാവുകങ്ങളും തുടർന്നുള്ള ഉഴവൂർ സംഗമത്തിന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ മുഖ്യാതിഥിയായ ലിസ്റ്റിൻ സ്റ്റീഫന്
ഉഴവൂർ സംഗമത്തിൻ്റെ വകയായി ഒരു ചെറിയൊരു മൊമെൻറ്റോ കൊടുക്കുവാണ്. അതിനായി ജിജി അങ്കിളിനെ ക്ഷണിക്കുന്നു. ഉഴവൂർ സംഗമത്തിൻ്റെ 7ാമത് ഉഴവൂർ സംഗമത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവരെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഫൈനാൻഷ്യൽ കൺട്രോളറായി എന്നോടൊപ്പം പ്രവർത്തിച്ച ശ്രീ ഫ്രാൻസിസ് സൈമൺ. രണ്ടാമതായിട്ട് നമ്മുടെ എല്ലാ കമ്മിറ്റികൾക്കും നേതൃത്വം നൽകുന്ന ശ്രീ ജോണി കുന്നുംപുറം. നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം ഇത്ര ഭംഗിയായി നടത്തിയതും അതുപോലെ നമ്മളുടെ വെൽക്കം ഡാൻസ് തുടർന്നുള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് ഡാൻസ് പരിശീലിപ്പിച്ച് ജെൻസി, എൻ്റെ ഇളയപ്പങ്ങൾ ജെൻസിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ജെൻസിയോടൊപ്പം ഈ എല്ലാ സമ്മേളനത്തിനും അതുപോലെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം നൽകിയ സുജിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വെൽക്കം ഡാൻസ് കോർഡിനേറ്റ് ചെയ്ത ജെൻസിയാണ്. ജെൻസിക്ക് അതുപോലെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് അനൂപും ചിത്രയും കൂടെ കൂടിയാണ്. അനൂപ്, ചിത്ര കൊരട്ടിക്കുന്നേൽ. അനൂപ്, ചിത്ര. ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചത് നമ്മുടെ കുട്ടിച്ചേട്ടനാണ്. കുട്ടിച്ചേട്ടൻ പ്ലീസ്. അതുപോലെ നമ്മുടെ ബിജു ചേട്ടനും ബിബിൻ ചേട്ടനും നമ്മുടെ കമ്മിറ്റിയിലുണ്ട്. ബിജു ചേട്ടനും ബിബി ചേട്ടൻ മച്ചാനിക്കൽ, പ്ലീസ് കം ടു സ്റ്റേജ്. ബിജു സൈമൺ ആൻഡ് ബിബിൻ സൈമൺ മച്ചാനിക്കൽ. കുട്ടിച്ചേട്ടൻ. ഇനി അടുത്തതായിട്ട് നമുക്കറിയാനുള്ളത് അടുത്ത ഉഴവൂർ സംഗമം എവിടെ വെച്ച് നടക്കും, ആരാണ് അത് ഏറ്റെടുക്കുന്നത് എന്നാണ്. ആർക്കാണ് ഇതിന് അടുത്ത ഉഴവൂർ സംഗമം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ആങ്കറിങ് വളരെ ഭംഗിയായി നിർവഹിച്ച ബെനിറ്റ ജേക്കബ്, നമ്മുടെ ജേക്കബേട്ടൻ്റെ മോളാണ്. അവളെ ലിവർപൂളിലെ ഒരു കലാതിലകം കൂടിയാണ്. ബെനിറ്റയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇത് സ്റ്റേജ് വെച്ച് അനൗൺസ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിൻ്റെ വളരെയധികം പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അത് നടക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം നമുക്ക് എവിടെയാണ് നടത്താൻ പറ്റുന്നത്? ഉഴവൂർ സംഗമം 2012 റിപ്പോർട്ട് വായനയ്ക്കായി ജോണി ചാക്കോ മലയമുണ്ടയ്ക്കലിനെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന മാതാപിതാക്കന്മാരെ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ലിസ്റ്റൻ സ്റ്റീഫൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, 2013 ഉഴവൂർ സംഗമത്തിൻ്റെ അണിയറ ശില്പികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, ഉഴവൂർ സംഗമം 6ാമത്തെ പ്രാവശ്യം മാഞ്ചസ്റ്ററിൽ വെച്ച് 2012 ജൂൺ 22, 23 തീയതികളിൽ വെച്ച് നടത്തുകയുണ്ടായി. 22 വെള്ളിയാഴ്ച വൈകിട്ട് ബ്രിട്ടാനിയ എയർപോർട്ട് ഹോട്ടലിൽ വെച്ച് ഉഴവൂർ സംഗമം ഈവ് നടത്തുകയുണ്ടായി. ഏകദേശം 75 ഫാമിലിയോളം ഇതിനകത്ത് പങ്കെടുത്തു. ഉഴവൂർ പഞ്ചായത്ത് മുൻ അംഗങ്ങളായ MM തോമസ് സാർ, ജോസഫിന തോമസ് ദമ്പതികൾക്കും ഫാദർ മനോജ് ആൽപ്പാറയിലിനും സ്വീകരണം നൽകുകയുണ്ടായി. വിവിധ കലാപരിപാടികളുടെ വിഭവസമൃദ്ധമായ ഭക്ഷണവും അംഗങ്ങളുടെ ഒത്തുചേരൽ അവിസ്മരണീയമാക്കി. 23-ാം തീയതി രാവിലെ 10 മണിക്ക് മാഞ്ചസ്റ്ററിലെ പ്രസിദ്ധമായ ഫോറം സെൻട്രലിൽ സാങ്കേതിക മികവുകൾ കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. കുട്ടികളുടെയും മുതിർന്നവരുടെയും പരിപാടികൾ സദസ്സിനെ പുളകമണിയിച്ചു. കരതിരിച്ചുള്ള വടംവലി മത്സരം വളരെ ശ്രദ്ധേയമായി. ഉച്ചഭക്ഷണത്തിന് ശേഷം വെൽക്കം ഡാൻസോടുകൂടി പരിപാടികൾ ആരംഭിച്ചു. ടോമി ചാലിൻ്റെ അധ്യക്ഷതയും വഹിച്ച യോഗത്തിൽ ജോണി മലയമുണ്ടയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. നാട്ടിൽ നിന്ന് വന്ന മാതാപിതാക്കൾ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ശ്രീ ജോൺ വെട്ടുകല്ലേൽ, ജോബി അയത്തിൽ, ഫാദർ മനോജ് ആൽപ്പാറയിൽ, MM തോമസ്, ശ്രീ ജസ്റ്റിൻ ആകശാല എന്നിവർ ആശംസകൾ നേർന്നു.
കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി, ശ്രീ ജോസ് കെ മാണി, മോൻസ് ജോസഫ് MLA, ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PL അബ്രഹാം, ഉഴവൂർ ഫൊറോന വികാരി എന്നിവർ ഓൺലൈൻ വഴി ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചത് എല്ലാവർക്കും നവ്യാനുഭവമായി. ശ്രീ ടോണി പഴയ വീട്ടിൽ ഡിസൈൻ ചെയ്ത ഉഴവൂർ സംഗമം വെബ്സൈറ്റ് ബഹുമാനപ്പെട്ട ഫാദർ സജി മറയിൽപുത്തൻപുരയിൽ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ഉഴവൂർ സംഗമം 2012 വിജയത്തിനായി പ്രവർത്തിച്ച ശ്രീ പ്രിൻസ് കുളക്കാട്ട്, രാജു ഒറ്റത്തങ്ങാടിയിൽ, ഷാജി വെട്ടുകല്ലേൽ, സൈമൺ വെട്ടിക്കാനാൽ, ജസ്റ്റിൻ ആകശാലയിൽ, ടോമി ചാലിൽ, ജോണി മലയമുണ്ടയ്ക്കൽ, ടോമി വെള്ളിലാംതടത്തിൽ എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഉഴവൂർ സ്വദേശി ശ്രീ ടോമി വെള്ളച്ചാലിൻ്റെ ഭാര്യ ജോബീനയുടെ ചികിത്സാ സഹായത്തിനായി അംഗങ്ങൾ പിരിച്ചെടുത്ത 550 പൗണ്ട് തദവസരത്തിൽ കൈമാറുകയുണ്ടായി. 2012 ഒക്ടോബറിൽ ജോബീനയുടെ നിര്യാണത്തെ തുടർന്ന് 950 പൗണ്ട് കുടുംബസഹായ നിധി സമാഹരിക്കുകയും അത് അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ജോബീനയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഉഴവൂർ നിവാസികൾ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. ജോലി തിരക്കുകൾക്കിടയിലും സംഗമങ്ങളുടെ വലിയ സംഗമമായ ഉഴവൂർ സംഗമത്തിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഉഴവൂർ സംഗമത്തിൻ്റെ മൊത്തം നമുക്ക് പിരിഞ്ഞു കിട്ടിയ പൈസ 9,865 പൗണ്ടാണ്.